അക്കി മറ്റൊരു 1500 ആയിട്ടുണ്ട്. തരാപ്പാ, തന്നാ മതി. ഇതൂടെ ആയിരിക്കോ, ശനിയാഴ്ച തരാം. കണ്ടാറണ്ട, ജീവിക്കുന്നതിന് ഇങ്ങനെ ജീവിക്കണം. വെറുതെ കൈ നീട്ടിയാ മതി. ഇഷ്ടം പോലെ പൈസ ആക്കാം. വെറുതെ നോക്കുന്നാക്കി നിക്കാനെല്ലാം പിടിക്കും. ശ്രോതാക്കളെ ചിന്താശകലം പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ എഫ് ഡയറി പൂർത്തിയാവുന്നു. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. 3000 റുപ്യ എടാ അഗി, അയാളാ പിച്ചപാത്രത്തില് 3000 റുപ്യ ഇട്ടത്. വലിയ പൈസക്കാരൻ തോന്നുന്നുണ്ട് അയാള്. അണ്ണാ, നിങ്ങളുടെ പേര്? എന്റെ പേര് കുട്ടൻ. കുട്ടനാ? അപ്പൊ മലയാളിയാ? മലയാളി. ഏടെ സ്ഥലം? എന്റെ ശരിക്കും നാട് പയ്യന്നൂര്. ഞാൻ പഠിച്ച കോയമ്പത്തൂർ, നമ്മുടെ തമിഴ്നാട്. അപ്പൊ നിങ്ങൾ പഠിച്ചിനാ? എത്ര വരെ? അതല്ല ചേട്ടാ, നമ്മ പിച്ച തന്നെ പറയില്ലേ, അമ്മ അപ്പ വല്ലതും തായേ, അത്. ഓ, പിച്ച ക്ലാസ്. അണ്ണാ, ഞാൻ ചോദിക്കുന്നോണ്ട് ഒന്നും വിചാരിച്ചൂടാ. ഒരു ദിവസം പിച്ച തന്നെയാല് നിനക്ക് എത്ര പൈസ വരെ സമ്പാദിക്കാൻ പറ്റും? അത് പറ, ഇവിടെ ആരും ഇല്ലല്ലോ. ഒരു ദിവസം പിച്ച വേണ്ടിയാ 3-4 കിട്ടും. 4000 റുപ്യ ഒരു ദിവസം പിച്ച വേണ്ടിയാല? അപ്പൊ 4 3 12, 1,20,000 റുപ്യ ആമാ. ഒരു മാസം പിച്ച വേണ്ടിയാ കിട്ടുന്നതാ. നാരായണ്ട, നമ്മുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ദിവസം പണിയെടുത്ത 800 റുപ്യ കിട്ടുന്നില്ല. ഇത് 1,20,000 റുപ്യ ഉണ്ടാക്കുന്ന മാസം. സംഭവം നേട്ടാ. ഞാൻ പോട്ടെ ചേട്ടാ. നിക്ക്, അയാള് നേരത്തെ 3000 റുപ്യ നിട്ട്. ആമാ. അതുപോലെ എല്ലാരും തരും പൈസ. അയ്യോ ചേട്ടാ, അത് പിച്ചക്കാശല്ല, പിന്നെ? അത് പലിശക്കാസ്. പലിശയാ? ആ, ഞാൻ 5 ലക്ഷം രൂപ അവന് കടം കൊടുത്തിരുന്നു, അതിന്റെ പലിശ. 5 ലക്ഷം നീ പലിശ കൊടുത്തതാ? അയാൾക്കാ? അങ്ങനെ ഞാൻ കുറെ പേർക്ക് കൊടുത്തിട്ടുണ്ട്. 10 ലക്ഷം 5 ലക്ഷം അങ്ങനെ കുറെ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അതല്ല ശരി, പലിശ കാശ് പിന്നെ എന്തിനു പിച്ചച്ചട്ടിയിൽ വാങ്ങിച്ചേ? ചേട്ടാ, ഇത് കുലത്തൊഴിൽ. കുലത്തൊഴിൽ മറന്നൊന്നും ഞാൻ ചെയ്യ മാട്ടെ, അതുകൊണ്ടാണ് ഇതിൽ വാങ്ങിച്ചത്. ചേട്ടാ, ഞാൻ പോട്ടുമാ. عندي خوش فصلة يا اخي تفوز والله خوش رقصة يا اخي دوس